ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ ഹൈവേ ജിയോമെട്രിക് ഡിസൈൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഗ്രേഡിയൻസ് ആണ് പഠിക്കുന്നത്. എന്താണ് പഠിക്കുന്നത്? ഗ്രേഡിയൻസ്. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. 2 ഇക്വേഷൻ അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ തന്നെ ഇതിനകത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഗ്രേഡിയൻസിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം നോക്കിയേ, വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റോഡ്, നമ്മൾ ഈ റോഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഹൊറിസോണ്ടലാന്ന് പറയും. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്തുവാ? അതിൻ്റെ എലോങ് ദ ലെങ്ത്, ആ റോഡിൻ്റെ ലെങ്തിനനുസരിച്ചുള്ള അലൈൻമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിനെന്ത് പറയാം? ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്ന് പറയാം. എന്ത് പറയാം? ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. എലോങ് ദ ലെങ്ത്, ആ റോഡിന് നമ്മൾ റോഡിൽ കൂടെ നമ്മൾ ഇങ്ങനെയല്ല ട്രാവൽ ചെയ്ത് പോകുന്നത്. ആ എലോങ് ദ ലെങ്ത് ഉള്ള ഗ്രേഡിയൻറ്റിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്ന് പറയാം. അപ്പം ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ എലോങ് ദ റോഡ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. അപ്പം നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയൻ്റ് ഒക്കെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആയിരിക്കും റോഡിൻ്റെ ഇരിക്കുന്നത്. കുറച്ച് നേരം സ്ട്രൈറ്റ്, വളവ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എലോങ് ദ ലെങ്ത് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ്? റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ, അതായത് എത്ര റൈസ് ആണുള്ളത്, എത്ര ഫോൾ ആണുള്ളത്, ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ. അതിനാണ് എന്ത് പറയുന്നത്? ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രേഡിയൻറ്റിനെ സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ യൂണിറ്റ്സ് എന്നാണ്. ഇപ്പം നമ്മൾ പറയും 1 in 20, അല്ലെങ്കിൽ 1 in 10, 1 in 30, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എന്താ? 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പം ഈ 1 in 20 ആണെങ്കിൽ എന്താ? 20 മീറ്റർ ഹൊറിസോണ്ടൽ വരുമ്പോഴത്തേനും 1 മീറ്റർ വെർട്ടിക്കലി അത് റൈസ് ആവും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് ഗ്രേഡിയൻസിനെ തന്നെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് റൂളിംഗ് ഗ്രേഡിയൻറ്റ്, അടുത്ത എന്താണ്? ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, അടുത്ത എന്താ? എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്, നാലാമത്തേത് മിനിമം ഗ്രേഡിയൻറ്റ്. ഇങ്ങനെ 4 ടൈപ്പ് ഗ്രേഡിയൻ്റ് ഉണ്ട്. ഈ 4 ടൈപ്പ് ഗ്രേഡിയൻറ്റും കുറച്ച് ഇക്വേഷനും ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലത്തെ നോക്കിയേ, റൂളിംഗ് ഗ്രേഡിയൻറ്റ്. റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൂൾ എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു റൂൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് റൂൾ കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ? ആ റൂളിനനുസരിച്ച് വേണം നമ്മുടെ ആ ഗ്രേഡിയൻറ്റ് പോകാൻ. ഓക്കെ, അതാണ് എന്ത്? ഡിസൈൻ ഗ്രേഡിയൻറ്റ്. റൂളിംഗ് ഗ്രേഡിയൻറ്റിനെ എന്തെന്നും പറയാം? ഡിസൈൻ ഗ്രേഡിയൻ്റ് എന്നും പറയും. എന്താ? നമ്മൾ റോഡ് ഡിസൈൻ ചെയ്തേക്കുന്നത് റൂളിംഗ് ഗ്രേഡിയൻറ്റിനെ അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ സാധാരണ നോർമലി ഈ ഗ്രേഡിയൻറ്റ്, അതായത് എന്തായിരിക്കും? റൂളിംഗ് ഗ്രേഡിയൻ്റ് ആയിരിക്കും റോഡിൽ കൊടുക്കുക. ഓക്കെ, സാധാരണ ജനറലി ആ റൂളിംഗ് ഗ്രേഡിയൻറ്റിൽ കൂടുതലാവാറില്ല നമ്മുടെ എന്താണ് റോഡിൻ്റെ ആ ഗ്രേഡിയൻ്റ്, അല്ലെങ്കിൽ സ്ലോപ്പ്. റോഡ് അലൈൻ ചെയ്യുന്നത് ഏത് ഗ്രേഡിയൻറ്റിലായിരിക്കും? റൂളിംഗ് ഗ്രേഡിയൻറ്റിലായിരിക്കും. ഓക്കെ, സാധാരണ റൂളിംഗ് ഗ്രേഡിയൻറ്റിൽ കൂടുതൽ ഗ്രേഡിയൻറ്റ് റോഡിൽ വരാറില്ല. ഓക്കെ, അപ്പോൾ അത്ര ഓർക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഈ റൂളിംഗ് ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ഗ്രേഡിയൻറ്റ് കൊടുക്കണമെന്ന് പറയുന്നത്? വെഹിക്കിൾ ഷുഡ് നോട്ട് ഡീസിലറേറ്റ് വൈൽ മൂവിങ് ഓൺ ദിസ് ഗ്രേഡിയൻറ്റ്. എന്താണ്? നമ്മൾ വണ്ടി എപ്പോഴും എന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഈ റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എന്താ? വെഹിക്കിൾ ഡീസിലറേറ്റ് ചെയ്യല്ലേ. ഓക്കെ, നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് അറിയാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വണ്ടിയിൽ നമ്മൾ എന്ത് എടുക്കും? വണ്ടിയിൽ നമ്മൾ കാറിലോ എല്ലാം കയറിയിട്ട്, അല്ലെങ്കിൽ സ്കൂട്ടിയിലാണെങ്കിലോ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കും അല്ലേ? അപ്പോൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? വണ്ടി സ്പീഡിൽ പോകും. അപ്പം ഡീസിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വണ്ടിയുടെ സ്പീഡ് കുറയും. ബ്രേക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് നമ്മൾ സ്പീഡ് കുറയ്ക്കും അല്ലേ? അപ്പോൾ അതിനെന്ത് പറയുന്നത്? ഡീസിലറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു വെഹിക്കിൾ റോഡിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും എന്താണ് നമ്മൾ നോക്കുന്നത്? അത് ആക്സിലറേഷനിൽ തന്നെ പോകണം അല്ലേ? പക്ഷേ എന്താണ്? ഒരു നല്ലൊരു കയറ്റം വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വണ്ടി ഡീസിലറേറ്റ് ചെയ്യും അല്ലേ? അപ്പം നമ്മൾ ഒത്തിരി കയറ്റം കൊടുക്കല്ലേ, ഒത്തിരി സ്ലോപ്പ് കൊടുക്കല്ലേ, ഒത്തിരി ഗ്രേഡിയൻറ്റ് കൊടുക്കല്ലേ, വണ്ടി എന്ത് ചെയ്യല്ലേ? ഡീസിലറേറ്റ് ചെയ്യല്ലേ. ആ വണ്ടി ഡീസിലറേറ്റ് ചെയ്യാൻ അതായത് എന്താണ്? അത് ചെയ്യാത്ത വിധം ഉള്ളൊരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് എന്ത്? റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ? മാക്സിമം പവർ ഡെവലപ്ഡ് ബൈ ദ എൻജിൻ. അതായത് നമുക്ക് എൻജിനിൽ എത്ര പവർ ഡെവലപ്പ് ചെയ്യാം? അതായത് എൻജിന് ഒരു പവർ കാണുമല്ലോ, നമ്മളിപ്പോൾ ഇത്ര HP അങ്ങനെയൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതെന്താണ്? അതെന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആയിരിക്കണം. എന്തിനോട്? പവർ റിക്വയർഡ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു മോഷൻ അറ്റ് ഡിസൈൻ സ്പീഡ്.
ഓക്കെ, അപ്പോൾ എന്താണ് ആ ഡിസൈൻ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റുക, ആ ഡിസൈൻ സ്പീഡിൽ ആ വണ്ടി ആ മേളിൽ കൂടെ കയറി പോകുന്ന ആ കയറി പോകാൻ വേണ്ടിയ പവറിന് ഈക്വൽ ആയിരിക്കണം എന്ത്, വണ്ടിയുടെ മാക്സിമം പവർ. അതിനനുസരിച്ചുള്ള ഡിസൈൻ സ്പീഡും ഡിസൈൻ ഗ്രേഡിയൻറ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൂളിംഗ് ഗ്രേഡിയൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്താ, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. ലിമിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തോരും, ലിമിറ്റ്. നമ്മൾ പണ്ട് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാല്യൂ പഠിച്ചിട്ടില്ലേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലിമിറ്റ് ചെയ്യുക, അവിടം വരെ, അതുവരെ പറ്റത്തുള്ളൂ. അതിനെന്താണ് പറയുന്നത്, ലിമിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, അതായിരിക്കും മാക്സിമം ഗ്രേഡിയൻറ്റ്. റൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്രേഡിയൻറ്റ്. ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം. അപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റൂളിങ്ങിനെക്കാട്ടിലും സ്റ്റീപ്പർ ആയിരിക്കും അല്ലേ. റൂളിങ്ങിനെക്കാട്ടിലും ഇവിടെയൊക്കെ റൂളിംഗ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും, സ്റ്റീപ്പർ ആയിരിക്കും, ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് ആയിരിക്കും. അതെന്ത്, ഈ സ്റ്റീപ്പർ ഗ്രേഡിയൻറ്റ് റെസ്ട്രിക്റ്റഡ് ലെങ്തുകളിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ചില അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസിൽ റെസ്ട്രിക്റ്റഡ് ലെങ്തുകളിൽ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് കൊടുക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത്, കീപ്പിംഗ് റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ടോപ്പോഗ്രഫി. ഓക്കെ, ടോപ്പോഗ്രഫി കാരണം, ഇപ്പോൾ സാധാരണ ഒരു ടോപ്പോഗ്രഫി കാരണം നമുക്ക് റൂളിംഗ് ഗ്രേഡിയൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെറിയ റെസ്ട്രിക്റ്റഡ് ലെന്തുകളിൽ, ചെറിയ സ്ട്രെച്ചുകളിൽ മാത്രം കൊടുക്കുന്നതാണ് എന്ത്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, അടുത്ത എന്താ, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ലിമിറ്റിങ്ങിൻ്റെയും മണ്ടയ്ക്കാണ്. എന്താണ് എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. അപ്പോൾ അവൻ എന്തായിരിക്കും, സ്റ്റീപ്പർ ആയിരിക്കും. ആരെക്കാട്ടിലും, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റിനെക്കാട്ടിലും സ്റ്റീപ്പർ ആയിരിക്കും. ഓക്കെ, അവനെ ഈ എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റിനെ ഷോർട്ട് സ്ട്രെച്ചുകളിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഷോർട്ട് സ്ട്രെച്ചുകൾ കൊടുക്കുന്നു പറയുമ്പോൾ ഏകദേശം എത്ര വരും, ലെസ് ദാൻ 60 മീറ്റർ ഇൻ 1 കിലോമീറ്റർ റോഡ്. ഇപ്പോൾ 1 കിലോമീറ്റർ റോഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 60 മീറ്ററിൽ താഴെയുള്ള ലെങ്തിൽ ഏതെങ്കിലും ചെറിയ ലെങ്തുകളിൽ മാത്രമേ എന്ത് കൊടുക്കുകയുള്ളൂ, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഷുഡിൻറ്റ് എക്സീഡ് 100 മീറ്റർ അറ്റ് എ സ്ട്രെച്ച്. ഒറ്റ സ്ട്രെച്ചിൽ അത് കൊടുക്കുകയാണെങ്കിൽ അത് 100 മീറ്ററിൽ കൂടുതൽ ആവാൻ പാടില്ല എക്സെപ്ഷണൽ സിറ്റുവേഷനുകൾ വരുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത എന്താ, മിനിമം ഗ്രേഡിയൻറ്റ്. മിനിമം ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എന്തിനാണ് കൊടുക്കുന്നത്, നമ്മൾ സാധാരണ നമ്മൾ റോഡ് ചുമ്മാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൂളിങ്ങും അല്ലാതെ ഒരു മിനിമം ഗ്രേഡിയൻറ്റ് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്, റോഡിന് നല്ല ഡ്രെയിനേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. വെള്ളം വന്ന് റോഡിൽ കെട്ടിക്കിടക്കല്ലേ. ഇപ്പം നമ്മൾ നേരെ ഒരു റോഡാണ്, ഓക്കെ, നമ്മൾ കേമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും ഓക്കെ, ഈ വെള്ളം ഈ സൈഡിലോട്ടുള്ള ഡ്രെയിനിലോട്ടൊക്കെ ഒഴുകി വരണം. അവിടുന്ന് ഈ മേളിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വരുന്ന വാട്ടർ ഒഴുകണം. ഓക്കെ, അങ്ങനെ ആ ഒരു ഡ്രെയിനേജ് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗ്രേഡിയൻ്റ് ആണ് എന്ത്, മിനിമം ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഡ്രെയിൻസിനെ പറ്റി പറഞ്ഞു. ഏതൊക്കെ ഡ്രെയിൻസാണ് സാധാരണ കൊടുക്കുന്നത്, കോൺക്രീറ്റ് ഡ്രെയിൻസ് കൊടുക്കും. ഇതുപോലെ കവറിംഗ് ഉള്ള കോൺക്രീറ്റ് ഡ്രെയിൻസ് കൊടുക്കും. അതിനൊരു ഗ്രേഡിയൻറ്റ് വേണം. അതെന്ന് പറയുന്നത് 0.5% അല്ലെങ്കിൽ 1/200 ഒക്കെ ആയിരിക്കും. ഇനിയും കുച്ച ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ഡ്രെയിൻസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മുടെ സാധാരണ ഓപ്പൺ ആയിട്ട് ഇതുപോലെ കോൺക്രീറ്റ് ഒന്നും കൊടുക്കാതെ ചുമ്മാ നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ഓപ്പൺ ഡ്രെയിൻസ്, അതിനാണെങ്കിൽ 1% അല്ലെങ്കിൽ 1/100 ഒക്കെ വേണം ഗ്രേഡിയൻറ്റ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, അടുത്തത് ഗ്രേഡിയൻറ്റ് ഫോർ റോഡ്സ് ഇൻ ഡിഫറെൻറ്റ് ടെറൈൻ നമ്മൾ പഠിച്ചില്ലേ, മൗണ്ടൈനിയസ്, പ്ലെയിൻ, റോളിംഗ്, മൗണ്ടൈനിയസ്, സ്റ്റീപ്പ് എന്നൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ആ ഓരോ ടെറൈൻ വരുമ്പം റൂളിംഗ് ഗ്രേഡിയൻറ്റ് എത്രയാണ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് എത്രയാണ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെങ്കിൽ എത്ര വരും, റൂളിംഗ് ഗ്രേഡിയൻറ്റ് എത്ര വരും, 3.3 ആയിരിക്കും. മൗണ്ടൈനിയസ് ആകുമ്പോൾ എത്ര വരും, കുറച്ചുകൂടെ കൂടും, എത്ര വരും, 5 വരും. സ്റ്റീപ്പ് ആകുമ്പോൾ 6 വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും കയറി. ഓക്കെ, അപ്പോൾ എന്ത് വന്നു, അടുത്തത് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ വരുമ്പോൾ ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് എത്രയായി, ഇതിൽ നിന്ന് കൂടുതലായിരിക്കും അല്ലേ, റോളിങ്ങിനെക്കാട്ടിലും കൂടുതലായിരിക്കും ലിമിറ്റിംഗ്. അപ്പം 5 ആയി. അടുത്ത എന്താ, 6 പിന്നെ 7. മൗണ്ടൈനിയസ് ആകുമ്പോൾ 6, സ്റ്റീപ്പ് ടെറൈൻ ആകുമ്പം 7% ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് വരാം. അടുത്ത എന്താ, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഇവിടെ ഒരെണ്ണം മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഇവിടെ എക്സെപ്ഷണൽ സിറ്റുവേഷൻ വരുമ്പോൾ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിൽ എത്ര വരെ പോവാം, 6.7% അല്ലെങ്കിൽ 1/15 വരെ ആവാം. അടുത്ത എന്താണ്, 7% അല്ലെങ്കിൽ 8% ആവാം എന്ത്, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ടേബിൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ടേബിളിൽ നിന്ന് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല, ഇനി വേണമെങ്കിൽ വരാം, പക്ഷേ ഏകദേശം ഇങ്ങനെയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഓർക്കുക, ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഗ്രേഡിയൻറ്റ് കൂടും. ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴും ഗ്രേഡിയൻറ്റ് കൂടും. 3.3, 5, 6.7 ഇതിൻ്റെ ഏകദേശം ഇരട്ടി വന്നു ഇവിടെ. ഓക്കെ, 3.3, അടുത്തെന്താ 5, 6, 7, 6, 7, 8.
അങ്ങനെ വല്ലതും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് നോക്കിയേ, നമ്മൾ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഹൊറിസോണ്ടൽ കർവ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, ഓൾറെഡി ആ റോഡെന്ന് പറയുന്നത് മാക്സിമം പെർമിസിബിൾ ഗ്രേഡിയൻറ്റിൽ ഇരിക്കുക. ഓക്കെ, നമ്മളെന്താ മാക്സിമം പെർമിസിബിൾ ഗ്രേഡിയൻറ്റ് എടുക്കുമ്പോൾ എന്താണ്, ആ റോഡിൽ കൂടെ കയറി പോകാൻ കുറച്ച് പാടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെ കുറച്ച് എന്ത് ചെയ്യണം, കുറച്ച് കുറയ്ക്കണം, കുറച്ച് എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഗ്രേഡിയൻ്റ് എന്ത് ചെയ്യും, കുറച്ച് കുറയ്ക്കും, എന്തിനാ, ഡിക്രീസ് ചെയ്യും. എന്തിനാ, കോമ്പൻസേറ്റ് ഫോർ ലോസ് ഓഫ് ട്രാക്റ്റീവ് എഫേർട്ട് ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഷാർപ്പ് ഹൊറിസോണ്ടൽ കർവ് ഓൺ ദ റോഡ്. അതായത് നമുക്ക് ഈ ഷാർപ്പ് ഹൊറിസോണ്ടൽ കർവ് കയറി പോകാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ അത് കാരണം എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ഗ്രേഡിയൻറ്റിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ എന്താണെന്ന് പറഞ്ഞു. എന്താ, ഷാർപ്പ് ഹൊറിസോണ്ടൽ കർവ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റിനെ കുറച്ച് കൊടുക്കും. എന്താ, ട്രാക്റ്റീവ് എഫർട്ട് കുറയ്ക്കാൻ വേണ്ടി, വണ്ടി കയറി പോകുമ്പോൾ എന്താ ഈസി ആയിട്ട് പോകാൻ വേണ്ടി കുറച്ച് ഗ്രേഡിയൻറ്റ് കുറച്ച് കൊടുക്കും. അതിനാണ് എന്ത് പറയുന്നത്, ഗ്രേഡ് കോമ്പൻസേഷൻ. എന്താ പറയുന്നത്, ഗ്രേഡ് കോമ്പൻസേഷൻ. അപ്പോൾ IRC പറയുന്നുണ്ട് ഗ്രേഡ് കോമ്പൻസേഷൻ നെസസറി അല്ല എപ്പോഴ് നമ്മുടെ ഗ്രേഡിയൻറ്റ് ഫ്ലാറ്റർ ദാൻ 4% ആകുവാണെങ്കിൽ. അതായത് എന്താ, നമ്മുടെ ഗ്രേഡിയൻറ്റ് ലെസ് ദാൻ 4%, 4% കുറവാണ്, 3% അല്ലെ 2% ഒക്കെയാണ് ഗ്രേഡിയൻ്റ് എങ്കിൽ ഗ്രേഡ് കോമ്പൻസേഷൻ കൊടുക്കണ്ട. ഓക്കെ, ഗ്രേഡിയൻറ്റ് കറക്ഷൻ കൊടുക്കണം എപ്പോൾ, ഈ ഗ്രേഡിയൻറ്റ് എന്ത് ചെയ്യുക, ബിയോണ്ട് എന്താവുക 4% ആകുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് എന്ത് ചെയ്യുക, നമ്മൾ മിനിമം ഗ്രേഡിയൻറ്റ് എപ്പോഴും എത്ര ആക്കി വെക്കണം, 4% ആക്കി വെക്കണം. ഓക്കെ, അതിൽ കൂടുതൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു 5.5% ഗ്രേഡിയൻ്റ് എന്നിരിക്കട്ടെ. അപ്പോൾ ഗ്രേഡ് കോമ്പൻസേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1.5 എന്ന് വന്നു. അപ്പോൾ നമ്മൾ 5 മൈനസ് 1.5 എന്ന് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും, 4 മൈനസ് 0.5 3.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം, ഈ 3.5 കൊടുക്കണ്ട, നമുക്ക് 4% ഗ്രേഡിയൻറ്റ് കൊടുക്കാം. അതാ പറയുന്നത്, അപ്ലൈയിങ് ഗ്രേഡിയൻറ്റ് കറക്ഷൻ ഗ്രേഡിയൻറ്റ് നീഡ് നോട്ട് ബി ഈസ്ഡ് ബിയോണ്ട് 4%. നമ്മൾ കറക്ഷൻ കൊടുക്കുമ്പം ബിയോണ്ട് 4% നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഗ്രേഡ് കോമ്പൻസേഷന് 2 ഇക്വേഷൻ IRC പറയുന്നത്. എന്താ IRC പറയുന്ന 2 ഇക്വേഷൻസ് ആണ്. 30 + R/R 75/R. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എത്രയാണ്, 30 + R/R 75/R. അപ്പോൾ 30 + R/R, ഈ ആറും ഒക്കെ എന്തായിരിക്കും, മീറ്ററിലായിരിക്കും. R എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റേഡിയസ് ഇൻ മീറ്റർ ആണ്. ഓക്കെ, നമ്മൾ കർവ് വരുമ്പോൾ അല്ലേ ഗ്രേഡ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്, ആ കർവിൻ്റെ റേഡിയസ് ആണ് എന്ത്, R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനകത്തൊന്ന് മിനിമം ആയിട്ടുള്ളതായിരിക്കും എന്ത്, ഗ്രേഡ് കോമ്പൻസേഷനായിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗ്രേഡ് കോമ്പൻസേഷനെ പറ്റിയിട്ടൊക്കെ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനിയും പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നന്നായിട്ട് കേട്ടോന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 എന്തൊക്കെയാണ് പറഞ്ഞത്, 4 ഗ്രേഡിയൻസ് ഉണ്ട്. പിന്നെ കർവ് വരുമ്പം ഗ്രേഡ് കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പോൾ എന്താണ്, നമ്മൾ 4% കുറവാണെങ്കിൽ ഗ്രേഡ് കോമ്പൻസേഷൻ കൊടുക്കണ്ട. നമ്മൾ ഈസി ചെയ്ത് വരുമ്പം എന്താണ്, 4% താഴോട്ട് ഈസി ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെന്താണ്, ഗ്രേഡ് കോമ്പൻസേഷൻ്റെ ഇക്വേഷൻ 30 + R/R 75/R. അതിനകത്ത് മിനിമം ആയിട്ടുള്ള ലെസ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷനായിട്ട് എടുക്കുന്നത്. ആ ഗ്രേഡ് കോമ്പൻസേഷനോട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ, കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് ആയിരിക്കും നമ്മൾ ആ കർവിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.